ലോകത്തിന്റെ അധിപനായ അല്ലാ ഏതെങ്കിലും ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുന്നുണ്ടോ? ആരെയെങ്കിലും അല്ലാഹു ഇഷ്ടപ്പെട്ടാൽ, അല്ലാഹു ആരെയെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അവനൊരടയാളമുണ്ട്, അവനൊരടയാളമുണ്ട്. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കൊരടയാളമുണ്ട്, അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കൊരടയാളമുണ്ട്. ആ അടയാളം എന്തെന്നറിയോ? അവര് പാതിരാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഈ സദസ്സിലിരിക്കുന്ന ആരെങ്കിലും എല്ലാ ദിവസവും തഹജ്ജുദ് നിസ്കരിക്കുന്ന ഏതെങ്കിലും ഒരു ഉപ്പയുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങളെ, തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു സ്വഭാവം നിനക്കുണ്ടോ? നിന്റെ മാതാപിതാക്കൾ നിന്നെ സ്നേഹിച്ചില്ലെങ്കിലും, നിന്റെ മക്കളെ സ്നേഹിച്ചില്ലെങ്കിലും, നിന്റെ ഭർത്താവിന് നിന്നെ ഇഷ്ടമല്ലെങ്കിലും, ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹുവിന് നിന്നെ വല്ലാത്ത ഇഷ്ടമാ ഉമ്മാ. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കാണ് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയുക. പാതിരാത്രി തന്റെ ചാരത്ത് കിടക്കുന്ന പ്രിയപ്പെട്ട ഭാര്യ മാറ്റിക്കിടത്തിയിട്ട് തതജാഫാ ജുനൂബുഹും അനിൽ മളാജി, ആ പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഒരു സ്വഭാവമുണ്ടോ? അല്ലാഹുവേ, നിന്നെ പടച്ച റബ്ബ് ഇഷ്ടപ്പെടുന്നുണ്ട്. അല്ലാഹു ഇഷ്ടപ്പെടുന്നവർക്കുണ്ടാകുന്ന ഒന്നാമത്തെ അടയാളമാ. രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ഈ ഒരു നന്മ നിങ്ങൾ ചെയ്യാ തയ്യാറായാൽ നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് ജനങ്ങൾ മുഴുവനും കടന്നു വരുന്ന ദിവസമുണ്ടല്ലോ. അല്ലാ, എല്ലാവരും തലതാഴ്ത്തി വെച്ചിരിക്കുകയാ. എല്ലാവരും തലതാഴ്ത്തി പിടിച്ചുകൊണ്ട് നടക്കുന്ന പടച്ചറപ്പിന്റെ പരലോകമുണ്ടല്ലോ. ഉടുതുണിയില്ലാതെ എല്ലാവരും നഫ്സി നഫ്സി എന്ന് പറഞ്ഞുകൊണ്ട് യാ വൈലതാ യാ ഖസ്റതാ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവനെ എല്ലാവരും ഭയന്ന് വിറച്ചുകൊണ്ട് നടക്കുന്ന പരലോകമുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, രണ്ടുപേരുടെ തല ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാ, രണ്ടുപേരുടെ തല അവിടെ നിന്ന് ഉയർന്നു നിൽക്കുകയാ. ആ രണ്ടുപേരിൽ ഒരാൾ ആരെന്നറിയോ? നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് തല ഉയർത്തി നിൽക്കുന്ന രണ്ട് വിഭാഗത്തിൽ ഒരു വിഭാഗം ആരെന്നറിയോ? പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിച്ച മുസ്ലിമേ, നിന്റെ തല നാളെ പരലോകത്ത് ഉയർന്നു നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ മൂന്നാമത്തെ പ്രതിഫലം എന്താ? വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്. നാളെ വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകുന്ന വിഭാഗത്തില് തഹജ്ജുദ് നിസ്കരിക്കുന്നവരുണ്ട് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവര്, നാളെ മീസാൻ എന്ന് പറയുന്ന ത്രാസില് നന്മയുടെ ഭാരം കൂട്ടാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്, ഒരുപാട് നന്മകൾ ചെയ്യാൻ കഴിയുന്ന മാസത്തിലാണ് ഞാനും നിങ്ങളുമുള്ളത്. നന്മകൾ അധികരിപ്പിച്ചോ, നന്മകൾ അധികരിപ്പിച്ചോ. രഹസ്യമായിട്ടുള്ള നന്മകൾ നിന്റെ ജീവിതത്തിൽ ചെയ്തു വെച്ചോ, നിനക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നന്മകൾ അധികരിപ്പിക്ക്, നാളെ മീസാൻ നിറയ്ക്കാൻ കഴിയും. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.